റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞ് ഇനി ഏത് കോഴ്സ് എടുക്കണം എന്ന് ചോദിക്കുന്ന സമയത്ത് അതിലേക്ക് കടന്നു വരുന്ന ഒരാളാണ് MBBS എന്ന് പറയുന്നത്. 4-5 വർഷം പ്രയത്നിച്ച് MBBS എടുക്കുന്നത് ഒരിക്കലും വെർത്തായിട്ടുള്ളൊരു കാര്യമല്ല. കാര്യം MBBS എന്ന് പറയുന്നത് പലപ്പോഴും ഓവർ റേറ്റഡ് ആയിട്ടുള്ളൊരു കോഴ്സാണ്. പക്ഷേ ഒരു ഡോക്ടർ ആവുക എന്ന് പറയുന്നത് ഒരിക്കലും കുറച്ചിലായിട്ടുള്ളൊരു കാര്യമായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ട. പക്ഷേ ഒരു 2-3 വർഷം ഒക്കെയാണ് നിങ്ങൾ നീറ്റിന് പോയിട്ട് MBBS എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് വെർത്താണ്. കാരണം ഈ 4-5 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലെ നല്ലൊരു സമയം നിങ്ങൾ കളഞ്ഞു എന്നുള്ളതാണ്. MBBS കഴിഞ്ഞാൽ നിങ്ങൾ നിർത്തില്ല, പിന്നെ PG ഉണ്ട്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഉണ്ട്, അങ്ങനെ പലൊരു 10, 40, 50 വയസ്സ് വരെ ചിലപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. പിന്നെയും ഒരുപാട് കോഴ്സുകൾ നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്നുണ്ട്. അല്ലാതെ MBBS അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങോ UPSCയോ ACCEയോ മാത്രമൊന്നുമല്ല നിങ്ങളുടെ മുമ്പിലുള്ള കോഴ്സുകൾ. ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഇൻട്രസ്റ്റിനും നിങ്ങളുടെ അഭിരുചിക്കും പറ്റിയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ കൊടുക്കുന്ന നല്ല യൂണിവേഴ്സിറ്റികൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അത് ശരിക്കും എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ഫ്രീ ടൈമിൽ ചെയ്യേണ്ട കാര്യം. അല്ലാതെ റീൽസ് കണ്ട് സമയം കളയുന്ന കുറച്ച് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങളൊരു മുറിക്കകത്തിരുന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ പറയുന്ന ജോലികളൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ സെറ്റാവില്ല. നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ജോലികളായിരിക്കും ചിലപ്പോൾ ശരിയാവാന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്താണ് സ്യൂട്ട് ആവുക എന്ന് നോക്കിയിട്ട് ഓരോ കോഴ്സുകൾ സെലക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ പിന്നീട് അതിൻ്റെ പേരിൽ ഒരുപാട് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും.